ട്രെൻഡിംഗ് നൗവിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. തലസ്ഥാനത്തെ MLA ഓഫീസ് വിവാദത്തിൽ കക്ഷി ചേർന്ന് കോൺഗ്രസ്. പ്രശാന്തിന്റെ ഓഫീസ് MLA ഹോസ്റ്റലിലേക്ക് മാറ്റുന്നതാണ് നല്ലതെന്ന് കെ ശബരിനാഥനും കെ മുരളീധരനും. ഓഫീസിന് നിയമപരമായ കാലാവധിയുണ്ടെന്ന് VK പ്രശാന്ത്. BJPയുടെ അജണ്ട കോൺഗ്രസ് ഏറ്റെടുക്കുകയാണോ എന്നും ചോദ്യം. MLA ഓഫീസ് ഒഴിപ്പിക്കണമെന്ന് നഗരസഭ പറഞ്ഞിട്ടുണ്ടോ എന്ന മേയർ VV രാജേഷ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മറ്റൊരു കേസ് രജിസ്റ്റർ ചെയ്യാൻ SIT. പുരാവസ്തു കടത്താരോപണത്തിൽ തെളിവ് ലഭിച്ചാൽ ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്യും. ദിണ്ടിഗൽ സ്വദേശി D മണിക്ക് ചോദ്യം ചെയ്യുന്ന ഹാജരാകാൻ നോട്ടീസ്. മണിക്ക് പുറമെ ബാലമുരുകൻ, ശ്രീകൃഷ്ണൻ എന്നിവർക്കും ഹാജരാകാൻ നോട്ടീസ്. സംഭവം ആന്ധ്രയിലെ അനാഗപ്പള്ളിയിൽ തീപിടുത്തമുണ്ടായത്. ടാറ്റ നഗർ എറണാകുളം ജംഗ്ഷൻ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസിന് 2 AC കോച്ചുകൾ പൂർണ്ണമായും കത്തി. കോച്ചുകളിലെ 158 യാത്രക്കാരെ രക്ഷപ്പെടുത്തി. പിടിയിലായത് തെങ്കാശിയിൽ വാഹന പരിശോധനയ്ക്കിടെ. കൊലപാതകമടക്കം 53 കേസിലെ പ്രതി. ഇയാൾ രക്ഷപ്പെട്ടത് 1 മാസം മുമ്പ്. സംസ്ഥാനത്ത് വിവിധ വാഹനാപകടങ്ങളിൽ 2 മരണം. വടകര എടച്ചേരി തലായിൽ ജീപ്പ് ഇടിച്ച് ഹോട്ടൽ ജീവനക്കാരി മരിച്ചു. ബസ്സിറങ്ങി റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ജീപ്പ് ഇടിച്ച് തെറിപ്പിച്ചു. കോഴിക്കോട് കൂളിമാട് ജംഗ്ഷനിൽ KSRTC ബസ്സും കാറും കൂട്ടിയിടിച്ച അപകടം. പത്തനംതിട്ട MC റോഡിൽ മാന്തുക ഭാഗത്തു നിന്നും സ്കൂൾ ബസ്, ലോറി, കാർ എന്നിവ കൂട്ടിയിടിച്ച അപകടം. മിഞ്ഞാറമൂട്ടിൽ നിയന്ത്രണം വിട്ട മിനി ബസ് മറിഞ്ഞ് 7 പേർക്ക് പരിക്ക്. തലസ്ഥാനത്തെ MLA ഓഫീസ് വിവാദത്തിൽ കക്ഷി ചേർന്ന് കോൺഗ്രസ്. പ്രശാന്തിന്റെ ഓഫീസ് MLA ഹോസ്റ്റലിലേക്ക് മാറ്റുന്നതാണ് നല്ലതെന്ന പ്രതികരണവുമായി KS ശബരിനാഥനും K മുരളീധരനും. അതേസമയം MLA ഓഫീസ് ഒഴിപ്പിക്കണമെന്ന് നഗരസഭ പറഞ്ഞിട്ടുണ്ടോ എന്നായിരുന്നു മേയർ VV രാജേഷിന്റെ ചോദ്യം. വിഷയത്തിൽ VK പ്രശാന്തും കൃത്യമായി മറുപടി പറഞ്ഞതോടെ വിവാദം കൂടുതൽ ചൂടുപിടിച്ചിരിക്കുകയാണ്. MLA ഓഫീസ് വിവാദം രാഷ്ട്രീയ വിഷയമായി കത്തിപ്പടരുകയാണ്. തിരുവനന്തപുരം നഗരസഭയുടെ ശാസ്തമംഗലത്തെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന വട്ടിയൂർക്കാവ് MLA VK പ്രശാന്തിന്റെ ഓഫീസ് ഒഴിയണമെന്നാണ് ശാസ്തമംഗലം കൗൺസിലറായ R ശ്രീലേഖ ആവശ്യപ്പെട്ടത്. തന്റെ ഓഫീസ് സൗകര്യപ്രദമായി പ്രവർത്തിക്കുന്നതിന് പ്രശാന്ത് ഒഴിയണമെന്നായിരുന്നു ആവശ്യം. ഇതേ കെട്ടിടത്തിലാണ് മുൻ കൗൺസിലർക്കും ഓഫീസ് ഉണ്ടായിരുന്നത്. എന്നാൽ മുറി ചെറുതാണെന്നും MLA ഓഫീസ് പ്രവർത്തിക്കുന്ന മുറി തനിക്ക് വേണമെന്നുമാണ് R ശ്രീലേഖ പ്രശാന്തിനെ അറിയിച്ചത്. പിന്നീട് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ വിവാദം ചർച്ചയായി. VK പ്രശാന്തും VV രാജേഷും KS ശബരിനാഥും വിഷയത്തിൽ നിലപാട് പറഞ്ഞതോടെ കൗൺസിലർ MLA ഓഫീസ് തർക്കം മറ്റൊരു തലത്തിലേക്ക് കടന്നു. അപ്പോൾ ഈ VK പ്രശാന്തിന്റെ നമ്മുടെ ശാസ്തമംഗലത്തെ സോണൽ ഓഫീസിന്റെ വിഷയത്തിൽ അത് കോർപ്പറേഷനാണ് കരാർ കൊടുത്തത്. ഇനി കോർപ്പറേഷൻ തീരുമാനിച്ച് ആ കരാർ തുക കൂട്ടണമെങ്കിൽ കൂട്ടട്ടെ, അല്ലെങ്കിൽ മാറാൻ പറയണമെങ്കിൽ മാറട്ടെ എന്നുള്ള വിഷയം ഇനി നഗരസഭയും പ്രശാന്തും തമ്മിലുള്ളതാണ്. പക്ഷെ എനിക്ക് ഉന്നയിക്കാനുള്ള പ്രധാനപ്പെട്ട വിഷയം MLA ഹോസ്റ്റലിലെ നീള ബ്ലോക്കിൽ 31, 32 എന്നുള്ള 2 മുറികൾ ശ്രീ VK പ്രശാന്ത് MLAക്കുണ്ട്. ഇപ്പോൾ MLAമാർക്കെല്ലാം താമസിക്കാനുള്ള ഓഫീസ് സൗകര്യമാണ് MLA ഹോസ്റ്റലുള്ളതെന്ന് ശ്രീ പ്രശാന്ത് പറയുന്നത് കേട്ടു. പക്ഷേ അദ്ദേഹത്തിനുള്ള ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് വെച്ചാൽ ഈ MLA ഹോസ്റ്റൽ സ്ഥിതി ചെയ്യുന്നത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ കുന്നുകുഴി വാർഡിലും വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ ഒരു പകുതിയോളം വാർഡുകൾക്കുള്ള ഏറ്റവും ആക്സസ് ഉള്ള സ്ഥലത്താണ്. ആ MLA ഹോസ്റ്റലിലെ മുറികളിൽ കമ്പ്യൂട്ടറുണ്ട്, പ്രിൻ്ററുണ്ട്, വാഹന സൗകര്യമുണ്ട്. 2 മുറിയാണുള്ളത്. അപ്പോൾ ആ മുറി എന്തുകൊണ്ട് അദ്ദേഹത്തെ ഉപയോഗിച്ചുകൂടാന്നൊരു ചോദ്യമാണ് ചോദിച്ചത്. അത് ചോദിച്ചപ്പം ഉടനെ സംഘീപട്ടം ചാർത്താനും BJPയെ സഹായിക്കാനും പറയുന്നതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല. വിഷയാധിഷ്ഠമായിട്ടുള്ള നിലപാടാണ്. എനിക്ക് ചോദിക്കാനുള്ള മറ്റൊരു ചോദ്യം കൂടെ ഉണ്ട്. ഈ 31, 32 നമ്പർ നിളയിലെ മുറികളിൽ വേറെ ആരെങ്കിലും താമസിക്കുന്നുണ്ടോ? MLA അങ്ങോട്ട് പോകാറുണ്ടോ? അത് വേറെ ഏതെങ്കിലും സ്റ്റാഫോ ആൾക്കാരൊക്കെയാണോ താമസിക്കുന്നത്? അത് നികുതി പണമല്ലേ? ഞാൻ പറയുന്നത് എല്ലാ കൗൺസിലേഴ്സ്, അത് കോൺഗ്രസ് ആകട്ടെ, CPM ആവട്ടെ, BJP ആവട്ടെ, പരിമിതമായിട്ടുള്ള സാഹചര്യത്തിലുള്ള കൗൺസിൽ ഓഫീസിൽ ഉള്ള സംവിധാനം അവരുടെ തന്നെ LDF
കൗൺസിലുള്ള സമയത്ത് ഉണ്ടാക്കിയത് കൗൺസിലേഴ്സിന് വിട്ടുകൊടുക്കണം. ഈ വിഷയത്തിലൊരു കോൺട്രാക്റ്റ് എന്തായാലും നഗരസഭയായിട്ടുണ്ടോ നഗരസഭ തീരുമാനം എടുക്കട്ടെ. പക്ഷേ വിഷയാധിഷ്ഠിത നിലപാടെടുക്കുമ്പോഴത്തേക്കും ഉടനെ സംഘിപ്പട്ടം ചാർത്താലും അത് കേട്ട് മാറ്റേണ്ട ആവശ്യമൊന്നും നമുക്കില്ല. ക്ലിയറാണ് ഈ നിലപാട്. 31, 32 നിള ബ്ലോക്കിലെ ആ 2 മുറികളിൽ എന്തുകൊണ്ട് ശ്രീ വി കെ പ്രശാന്ത് പോകുന്നില്ല? അവിടെ വേറെ ആരെങ്കിലും താമസമുണ്ടോ? വേറെ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ? അതേ മറുപടി പറയട്ടെ. വിവാദത്തിൽ മുറിയൊഴിയണമോ വേണ്ടയോ എന്നത് വി കെ പ്രശാന്തിന്റെ ഇഷ്ടമാണെന്നും കൗൺസിലർ MLA തർക്കത്തിൽ ഇടപെടാനില്ലെന്നുമായിരുന്നു കോൺഗ്രസ് നേതാവ് കെ മുരളീധരന്റെ പ്രതികരണം. അല്ല, അത് ഇപ്പോൾ ഓരോരുത്തരുടെ സൗകര്യമാണ്. പക്ഷേ ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. MLA ക്വാർട്ടേഴ്സിലെ മുറി MLAമാർക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് മറ്റൊരു ആവശ്യത്തിന് വേണ്ടി ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് സ്പീക്കറാണ് അതിൻ്റെ പരമാധികാരി. ഞാനുള്ള സമയത്ത് കൃത്യമായി ഞാനന്ന് ശ്രീ കാർത്തികേയനും പിന്നീട് ശക്തനും സ്പീക്കർമാരായിരുന്ന കാലത്താണ് ഞാൻ എൻ്റെ മുറി ഉപയോഗിച്ചിരുന്നത്. അതിനൊക്കെ കൃത്യമായിട്ട് ആ 2 പേരും ആ മുറി എല്ലാ മുറികളൊന്ന് മോണിറ്റർ ചെയ്തിരുന്നു. കാർത്തികേയനൊക്കെ അക്കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റായിരുന്നു. MLA ക്വാർട്ടേഴ്സിലെ മുറി MLAമാർ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് അന്ന് നിയമം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അന്ന് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അന്ന് വട്ടിയൂർക്കാവിലെ ജനങ്ങൾക്ക് അതുകൊണ്ട് ഒരു പ്രയാസം ഉണ്ടായതായിട്ട് എൻ്റെ അറിവിൽ പെട്ടിട്ടില്ല. ഉണ്ടായത് ഞാൻ രണ്ടാമത് ജയിക്കില്ലല്ലോ. അതേസമയം ശ്രീലേഖയ്ക്കെതിരെ കടുത്ത ഭാഷയിലാണ് മന്ത്രി GR അനിൽ പ്രതികരിച്ചത്. ശ്രീലേഖയുടെ നടപടി അല്പത്തരമാണെന്നും ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു നടപടി ഉണ്ടായത് ശരിയല്ല എന്നുമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. പോലീസ് ഭാഷയിൽ പ്രതികരിക്കുന്ന ധിക്കാരിയായ കൗൺസിലറാണ് R ശ്രീലേഖയെന്ന് ബിനോയ് വിശ്വം ആഞ്ഞടിച്ചു. MLA ഓഫീസ് കൗൺസിലർ തർക്കത്തിൽ ഇടപെടാനില്ലെന്ന് പറഞ്ഞ് നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. മേയർ VV രാജേഷിന്റെ പ്രതികരണത്തിനപ്പുറത്ത് BJP നേതൃത്വം വിവാദത്തിൽ മൗനം തുടരുകയാണ്. സീ മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ അഭിജിത്ത് നൽകും. അഭിജിത്ത്, തലസ്ഥാനത്തെ MLA ഓഫീസ് വലിയ തരത്തിൽ ഇപ്പോൾ വിവാദമായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇത് ചൂടുപിടിച്ച് വരുമ്പോൾ ശ്രീലേഖ പ്രശാന്തിൻ്റെ അടുത്ത് പോവുകയും സംസാരിക്കുകയും അനുജനാണെന്ന് പറയുകയും സൗഹൃദ സംഭാഷണമാണെന്ന് പറയുകയും അങ്ങനെ കുറേയധികം നാടകീയ രംഗങ്ങൾ കണ്ടിരുന്നു. തൊട്ടു പിന്നാലെ ഇപ്പോൾ ഇത് മറ്റൊരു തലത്തിലേക്കും ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം മണ്ഡലത്തിൽ MLA ഹോസ്റ്റൽ ഉണ്ടായിട്ടും അവിടെ പ്രശാന്തിൻ്റെ പേരിൽ 2 ഓഫീസ് മുറി അനുവദിച്ചിട്ടും എന്തിന് ശാസ്തമംഗലത്തെ നഗരസഭാ കെട്ടിടത്തിൽ ഓഫീസ് മുറി തുറന്നു എന്നാണ് ശബരിനാഥൻ ചോദിച്ചിരിക്കുന്നത്. ഈ ചോദ്യത്തിൽ ഒരു തെറ്റും കാണാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ട് അദ്ദേഹം MLA ഓഫീസിൽ താമസിക്കുന്നില്ല എന്നൊരു കാര്യമുണ്ട്. ജനങ്ങൾക്കിടയിൽ സേവനം നടത്താനാണെങ്കിൽ MLA ഓഫീസ് തന്നെ മതിയല്ലോ എന്നും പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ തക്കതായ മറുപടി പ്രശാന്തും നൽകുന്നുണ്ട്. എന്താണ് ഇവർ തമ്മിലുള്ള ഒരു പ്രശ്നം? അക്ഷയ, MLA ഓഫീസ് വിവാദം രാഷ്ട്രീയമായി കത്തിപ്പടുകയാണ്. തിരുവനന്തപുരം നഗരസഭയുടെ ശാസ്തമംഗലത്തെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന വട്ടിയൂർക്കാവ് MLA വി കെ പ്രശാന്തിന്റെ ഓഫീസ് ഒഴിയണം എന്നുള്ളതാണ് ശാസ്തമംഗലം കൗൺസിലറായിട്ടുള്ള R ശ്രീലേഖ ആവശ്യപ്പെട്ടത്. തന്റെ ഓഫീസ് സൗകര്യപ്രദമായി പ്രവർത്തിപ്പിക്കുന്നതിനെ പ്രശാന്ത് ഒഴിയണമെന്നതായിരുന്നു ആവശ്യം. പക്ഷേ ഇതേ കെട്ടിടത്തിലാണ് മുൻ കൗൺസിലർക്കും ഓഫീസ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ മുറി ചെറുതാണെന്നും MLA ഓഫീസ് പ്രവർത്തിക്കുന്ന മുറി തനിക്ക് വേണം എന്നുള്ള കാര്യവും ശ്രീലേഖ പ്രശാന്തിനെ അറിയിക്കുകയും ചെയ്തു. പിന്നീട് ഇത് വലിയ രാഷ്ട്രീയ വിവാദമായി ചൂടുപിടിക്കുന്നതാണ് കണ്ടത്. ശേഷം വലിയ പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നു. വി കെ പ്രശാന്തും VV രാജേഷും ഒപ്പം KS ശബരിനാഥനും കോൺഗ്രസ് നേതാവ് ഇപ്പോൾ കവടിയാറിൽ നിന്ന് മത്സരിച്ച മുൻ അരുവിക്കര MLA KS ശബരിനാഥനും കൂടി വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നതോടുകൂടി ഈ MLA ഓഫീസ് തർക്കം മറ്റൊരു തലത്തിലേക്ക് കടക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇന്നിപ്പോൾ VV രാജേഷും വി കെ പ്രശാന്തും KS ശബരിനാഥനും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഇതൊരു വലിയ രാഷ്ട്രീയ വിവാദമായി കൂടി മാറുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. BJP അവരുടെ അജണ്ട നടപ്പിലാക്കുമ്പോൾ MLA ആയിരുന്ന ശബരിനാഥനെ പോലെ ഒരാൾ പ്രതികരിക്കേണ്ടത് അങ്ങനെയാണോ എന്നുള്ള കാര്യം അദ്ദേഹം ചിന്തിക്കണമെന്നുള്ളതാണ് വി കെ പ്രശാന്ത് ഇന്ന് അല്പസമയം മുമ്പ് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. ഇതിന് പിന്നിലൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. മാത്രമല്ല ഇത്തരം തെറ്റൂരങ്ങൾക്ക് ശിരസ് കുനിക്കുകയാണെങ്കിൽ കേരളത്തിന്റെ സ്ഥിതി എന്താവും എന്നുള്ള കാര്യം ആലോചിക്കണം എന്നുള്ള ഒരു പ്രതികരണം കൂടി വി കെ പ്രശാന്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത് നമ്മൾ കണ്ടതാണ്. VV രാജേഷ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ഈ നിലപാടിൽ BJP ഇതിനോടകം തന്നെ മേയർ എന്നുള്ള നിലയ്ക്ക് ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കൂടുതൽ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തയ്യാറെടുക്കുന്നില്ല. വിവാദം അവസാനിപ്പിക്കണമെന്നുള്ളതാണ് ആവശ്യം. അത് ഈ വി കെ പ്രശാന്ത് ഓഫീസ് ഒഴിയണോ എന്നുള്ള കാര്യം രേഖകൾ പരിശോധിച്ചതിനു ശേഷം പറയാമെന്നുള്ള ഒരു മറുപടിയാണ് മേയർ VV രാജേഷിന്റെ ഭാഗത്ത് നിന്ന് കണ്ടത്. അതിന് കൃത്യമായിട്ടുള്ള രീതിയിൽ വി കെ പ്രശാന്തും നിലപാട് വ്യക്തമാക്കുന്നതും കാണുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും
അതോടൊപ്പം തന്നെ മന്ത്രി GR അനിലും ഈ വിഷയത്തിൽ പ്രതികരിച്ചു എന്നുള്ളതാണ്. അവരുടെ ഇരുവരുടെയും രാഷ്ട്രീയ പ്രതികരണങ്ങൾ വളരെ ശ്രദ്ധേയമായിട്ടുള്ളതായിരുന്നു. കടുത്ത ഭാഷയിലാണ് GR അനിൽ പ്രതികരിച്ചത്. ശ്രീലേഖയുടെ നടപടി അല്പത്തരമാണ്. ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു നടപടി ഉണ്ടായത് ശരിയായിട്ടില്ല. പോലീസ് ഭാഷയിൽ പ്രതികരിക്കുന്ന ധിക്കാരിയായ കൗൺസിലറാണ് ശ്രീലേഖ എന്നതായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിക്കുകയും ചെയ്തത്. MLA ഓഫീസ് ഒപ്പം കൗൺസിലർ തർക്കത്തിൽ ഇടപെടാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിലപാട് വ്യക്തമാക്കി കോൺഗ്രസ് രംഗത്ത് വരികയും ചെയ്തു. അത്തരം കാര്യങ്ങളിൽ അവരൊരു തീരുമാനമെടുക്കട്ടെ എന്നുള്ളതാണ് കെ മുരളീധരൻ പ്രതികരിക്കുകയും ചെയ്തത്. മേയർ VV രാജേഷിന്റെ പ്രതികരണത്തിനപ്പുറത്തേക്ക് BJP നേതൃത്വം വിഷയത്തിൽ ഇപ്പോഴും മൗനം തുടരുകയാണ്. എന്താണ് BJPയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന അധ്യക്ഷന്റെ പ്രതികരണം എന്നുള്ളത് കൂടി ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമായി തന്നെ സൂചിപ്പിക്കേണ്ടതായിട്ട് കൂടിയുണ്ട്. അങ്ങനെ ഈ വിഷയം മറ്റൊരു തലത്തിലേക്ക് പൊളിറ്റിക്കലി മൂവ് ചെയ്യുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും വരും ദിവസങ്ങളിലും ഈ വിവാദം ഇങ്ങനെ തന്നെ തുടരാനുള്ള സാധ്യതയാണ് കാണുകയും ചെയ്യുന്നത്. ഇന്ന് ചില രേഖകളടക്കം പുറത്തുവിട്ടുകൊണ്ടാണ് VK പ്രശാന്ത് ഇതിനെ ഡിഫെൻഡ് ചെയ്യുകയും ചെയ്തത്. തനിക്ക് ലഭിക്കുന്ന അലവൻസുകൾ MLA എന്നുള്ള നിലയ്ക്ക് 50,000 രൂപയാണ്. അതിൽ കോൺസ്റ്റിറ്റ്യുവൻസി അലവൻസായി 25,000 രൂപ ലഭിക്കുന്നുണ്ട്. ടെലിഫോൺ അലവൻസായി 11,000 രൂപ ലഭിക്കുന്നുണ്ട്. ഇൻഫർമേഷൻ അലവൻസ് എന്നുള്ള നിലയ്ക്ക് 4,000 രൂപയും സെമിറ്ററി അലവൻസ് എന്നുള്ള നിലയ്ക്ക് 8,000, അങ്ങനെ ചേർത്ത് 80,000 രൂപയാണ് ഒരു MLAക്ക് ലഭിക്കുന്നത്. മറ്റേത് സംസ്ഥാനത്തെക്കാളും കുറവ് അലവൻസ് ലഭിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം. മാത്രമല്ല ഇതിന് പുറമെ DA ആയിട്ടുള്ള രീതിയിൽ, ട്രാവലിംഗ് അലവൻസ് ആയിട്ടുള്ള രീതിയിൽ അത് 12,000 മുതൽ 20,000 രൂപ വരെ ലഭിക്കാറുമുണ്ട് എന്നുള്ള കാര്യം MLA പറയുന്നു. അത് ഈ സൈബർ ബുള്ളിയിങ് അടക്കം ശക്തമായ സാഹചര്യത്തിൽ കൂടിയാണ് കണക്കുകൾ സഹിതം വെളിപ്പെടുത്തിക്കൊണ്ട് MLA രംഗത്ത് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയമായിട്ടുള്ള ഒരു വാർത്ത. മാത്രമല്ല നേരത്തെ തന്നെ ഈ MLA ഓഫീസ് മുറികൾ MLA ഹോസ്റ്റലുകളിൽ ഉള്ളപ്പോൾ അവിടെ MLAമാർ താമസിച്ചില്ലെങ്കിൽ മറ്റാരാണ് അവിടെ താമസിക്കുന്നത്? തീർച്ചയായും അഭിജിത്ത്, അതൊക്കെ തന്നെയാണ് ഇനി നിരീക്ഷിക്കേണ്ടത്. എന്തായാലും നമ്മോടൊപ്പം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഷാബു പ്രസാദ് കൂടെ ചേരുന്നുണ്ട്. ശ്രീ ഷാബു പ്രസാദ്, ഇപ്പോൾ തലസ്ഥാനത്തെ MLA ഓഫീസ് വലിയ തരത്തിൽ വിവാദമായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഒരു തുടക്കം നമ്മൾ കണ്ടിരുന്നു. പക്ഷേ അപ്പോൾ കുറേയധികം ചോദ്യങ്ങളും ഉത്തരങ്ങളെല്ലാം അവർ തന്നെ നൽകി. എന്നിരുന്നാൽ പോലും ഇന്ന് അത് മറ്റൊരു തലത്തിലേക്ക് എത്തുകയാണ്. പക്ഷേ ഇതിൽ അവസാനം കുറേയധികം ചോദ്യങ്ങൾ ഇപ്പോൾ MLAക്ക് നേരെ തന്നെയാണ് വരിക. കാരണം MLA ഹോസ്റ്റലിലെ മുറികൾ ജനപ്രതിനിധികളുടെ ഔദ്യോഗിക വസതി കൂടി തന്നെയാണ്. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളത് തന്നെയാണ് MLA ഹോസ്റ്റലിലെ മുറി. അത് ഉപയോഗിക്കാതെ എന്തിനാണ് അദ്ദേഹം മറ്റൊരു സ്ഥലത്ത് വാടകയ്ക്ക് നിൽക്കുന്നത്? ഈ ഒരു വിവാദം ഇപ്പോൾ ഇത്രയധികം ആളിക്കത്തിക്കേണ്ട ഒരു ആവശ്യം ഇപ്പോഴുണ്ടോ? അല്ല, ഈ വിവാദം ഇത്രയധികം ആളി കത്തിച്ചതാരാണ്? കഴിഞ്ഞ ദിവസം ശ്രീമതി ശ്രീലേഖ അവരും ഈ പ്രശാന്തും തമ്മിലുള്ള വ്യക്തിപരമായ അടുപ്പം വെച്ചിട്ട് വളരെ പേഴ്സണലായിട്ട് ഇൻഫോർമലായിട്ട് എനിക്ക് അവിടെ നിന്ന് നിങ്ങളൊന്ന് പരിഗണിക്കണം, പെട്ടെന്നൊന്നും വേണ്ട, ടേക്ക് യുവർ ഓൺ ടൈം, ഒന്ന് ആലോചിക്കണേ എന്ന് പറഞ്ഞതല്ലേ ഉള്ളൂ. അതിൻ്റെ അകത്ത് ഒരു രാഷ്ട്രീയ സാധ്യത കണ്ട് ഇതിനെ വളച്ചൊടിച്ച് ഇതിനെ ഒരു ധാർഷ്ട്യമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് ഇത് ഇത്ര വലിയ വിവാദമാക്കിയത് പ്രശാന്തും CPM-ഉമാണ്. അവരതിൻ്റെ അകത്ത് ഒരു മുതലെടുപ്പിന്റെ സാധ്യത തിരിച്ചറിഞ്ഞിട്ടാണ് ചെയ്തത്. പക്ഷേ അത് കിട്ടിയിരിക്കുന്നത് അവർക്ക് തന്നെയാണെന്ന് മനസ്സിലാകുന്നു. കാരണം MLA ഹോസ്റ്റലിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, അവരുടെ മുറി ഇപ്പോൾ ആരാണ് ഉപയോഗിക്കുന്നതെന്ന് കുറേയധികം ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. അതിപ്പോ ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഒരു MLAക്ക് ഇടം വേണ്ടത്, മുറിയും ഓഫീസ് സൗകര്യങ്ങളും വേണ്ടത് അവരവരുടെ മണ്ഡലങ്ങളിലാണ്. തീർച്ചയായിട്ടും ഇപ്പൊ കാസർഗോഡോ കോഴിക്കോട്ടോ ഉള്ള ഒരു MLAക്ക് അവിടെ ഓഫീസ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. കാര്യം MLA കണ്ട അവിടുത്തെ ജനപ്രതിനിധികളാണ്. അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഈ വട്ടിയൂർക്കാവ് MLAയെ സംബന്ധിച്ചിടത്തോളം ആ മണ്ഡലത്തിൽ തന്നെയാണ് ഈ MLA ഹോസ്റ്റൽ ഉള്ളത്. അവിടെ തന്നെയാണ്. അവിടെ 2 മുറി ഇദ്ദേഹത്തിന് ഓഫീസിന് വേണ്ടിയിട്ട് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. നല്ല സൗകര്യമുള്ള മുറി. ആ മുറി ഇവരെന്ത് ചെയ്യുന്നു? അതൊരു വലിയ ചോദ്യം തന്നെയല്ലേ, ഒരു വലിയ പ്രശ്നമല്ലേ? മാസം ഇത്ര ഈ അലവൻസ് ശമ്പളം, അത് ശമ്പളം കൂടാതെ ശമ്പളം അവരുടെ അടുത്ത് എന്ത് വേണം ചെയ്യട്ടെ. പക്ഷേ മണ്ഡലം അലവൻസ്, സ്റ്റാഫ് സാലറി, മറ്റത് മറിച്ചത്, ഫോണ്, പുസ്തകം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ മാസവും 10,000 എഴുതി മേടിക്കുന്ന ഇവര് ഈ 750 രൂപ നക്കാപ്പിച്ച കൊടുത്തുകൊണ്ട് ഈ നഗരഹൃദയത്തിലുള്ള ഒരു സ്ക്വയർ ഫീറ്റിന് 50 രൂപയെങ്കിലും വാടക കിട്ടുന്ന അവിടെ ഇവർ ഈ കയറിയിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്?
ഇങ്ങനെ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇന്നലെ പുറത്തു വന്നിരിക്കുന്നത് ഒരു ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് മാത്രമാണ്. അങ്ങനെ 100 കണക്കിന് സർക്കാർ സ്ഥലങ്ങളാണ്, കോർപ്പറേഷൻ സ്ഥലങ്ങളാണ് ഈ CPM കയ്യേറി, CPM-ഉം അവരുടെ പോഷക സംഘടനകളും വ്യക്തികളും ഒക്കെ ആയിട്ട് കയ്യേറി അവിടെ ഇരിക്കുന്നത്, വാടക കൊടുക്കാതെയും തുച്ഛമായ വാടകയ്ക്കും ഒക്കെ ആയിട്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ പ്രശാന്ത് ഈ ഒരു വിഷയം ചർച്ച ചെയ്തതിനു ശേഷം പറയുന്നത് BJP അവരുടെ അജണ്ട നടപ്പിലാക്കുമ്പോൾ ഇപ്പോൾ ശബരിനാഥനും കെ മുരളീധരനൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് അതിനെ പിന്തുണച്ച് സംസാരിച്ചിരുന്നു. അവർ പൊതുവായുള്ള ഒരു കാര്യം മാത്രമാണ് പറഞ്ഞത്. പക്ഷേ അതിന് എന്തിനു കൂട്ടു നിൽക്കുന്നു എന്നൊരു ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. മാത്രമല്ല മന്ത്രിമാരും ഇതേ ചോദ്യം ആവർത്തിക്കുകയാണ്. അല്ല, ഇത് ശരിയാണ്, ഇത് BJP-യുടെ അജണ്ട തന്നെയാണെന്നങ്ങ് വെച്ചോളൂ. ഇവിടെ നടക്കുന്ന കോർപ്പറേഷനിൽ നടക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ, അതുപോലെ കേരളം മുഴുവൻ ഇങ്ങനെ നടക്കുന്ന ഈ രീതിയിലുള്ള അതിഭീകരമായ അഴിമതിയും ഇങ്ങനെയുള്ള കള്ളത്തരവും പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് ഒരു മോശമായ അജണ്ടയാണോ? അത് BJP-യുടെ അജണ്ടയാണെങ്കിൽ അങ്ങനെ തന്നെ. സ്വാഭാവികമായിട്ട് ഇപ്പം ശബരിനാഥനായാലും ശരി, മുരളീധരനായാലും ശരി, ഇവരോട് പത്രക്കാർ ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ അല്പമെങ്കിലും തലയ്ക്കകത്ത് ആളുതാമസം ഉള്ളവർക്ക് ഇങ്ങനെയല്ലേ പറയാൻ പറ്റും? അല്ലാതെ എന്ത് പറയാൻ പറ്റുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അത് തിരുവനന്തപുരം ഇപ്പൊ ഒക്കെ പോട്ടെ, ഇപ്പൊ കഴക്കൂട്ടത്തെ MLA ആണെങ്കിൽ പോട്ടെ, കഴക്കൂട്ടത്തെ MLA ഒറ്റയാണെങ്കിൽ MLA ഹോസ്റ്റലിൽ പോകൊണ്ട് കാര്യമില്ല. അവിടുത്തെ ജനങ്ങൾക്ക് ഓരോ കാര്യത്തിനും ഇവിടെ വരാൻ പറ്റില്ല. ഇവിടെ നിയമസഭാ സമ്മേളനം നടക്കാത്ത സമയങ്ങളിൽ ആ സമയങ്ങളിൽ ഒഴിച്ച് ബാക്കിയുള്ള സമയം MLA അവരവരുടെ മണ്ഡലത്തിലായിരിക്കും. ആ മണ്ഡലത്തിലായിരിക്കുന്ന സമയത്ത് അവർക്ക് അവിടെയാണ് ജനങ്ങൾക്ക് വന്ന് കാണാൻ ഓഫീസ് വേണ്ടത്. ഇത് അതേ മണ്ഡലത്തിൽ തന്നെ സർക്കാർ അനുവദിച്ചു കൊടുത്ത MLA ഹോസ്റ്റല് MLA-കളുള്ള 2 മുറികൾ ഉള്ളപ്പോൾ കാണിച്ച ഈ തോന്നിവാസമാണത്. തീർച്ചയായും ഒരു കാര്യം കൂടെ, ഇപ്പോൾ ഈ ഒരു വിഷയം ഇങ്ങനെ ചർച്ചയായി മാറുമ്പോൾ ഇപ്പോൾ BJP കോർപ്പറേഷൻ എടുത്തതുമായി ബന്ധപ്പെട്ട ആ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നതോടുകൂടി തന്നെ ആയിരിക്കുമോ അതിനെ ഒരു രാഷ്ട്രീയമായിട്ട് ഇപ്പോൾ BJP കോൺഗ്രസ് കൂട്ടുകെട്ട് അതിനെയൊക്കെ വിലയിരുത്താൻ ആ ഒരു തരത്തിലേക്ക് ചർച്ചകൾ കൊണ്ടുപോകാനാണോ CPM ശ്രമിക്കുന്നത്? അല്ല, CPM-ന്റെ ഒരു ഉദ്ദേശം അതൊക്കെ തന്നെയായിരുന്നു. കാര്യം കണ്ടില്ലേ, അങ്ങോട്ട് വന്ന് കയറി ഇരുന്നതേ ഉള്ളൂ, പിറ്റേ ദിവസം വന്ന് ഇറങ്ങിപ്പോടാ നിന്റെ കൂടും കുടുക്കി എടുത്തോണ്ട് എന്ന് പറയുന്നു എന്ന രീതിയിലെ ഇതിനെ മറ്റൊരു വലിയ സംഭവമാക്കി മാറ്റാനാണ് അവർ ശ്രമിച്ചത്. പക്ഷെ സംഗതി കൈവിട്ടുപോയി. സംഗതി അവരുടെ കയ്യിൽ നിന്ന് പോയി. ഇനി എത്ര കിടന്ന് വാദിച്ച് ന്യായീകരിച്ച് മെഴുകിയാലും ഈ സംഭവം അവരുടെ ഇതിലൊരു തീരാ കളങ്കമായി മാറിക്കഴിഞ്ഞു. വട്ടിയൂർക്കാവ് പോയി എന്നേക്കുമായി തിരുവനന്തപുരം കോർപ്പറേഷൻ പോയതുപോലെ തന്നെ വട്ടിയൂർക്കാവും തിരുവനന്തപുരം നഗരപരിസരത്തിലുള്ള അങ്ങനെയുള്ള അവിടുത്തെ മണ്ഡലങ്ങളും CPM-ന്റെ കയ്യിൽ നിന്ന് പോയി. ഉറപ്പിക്കാവുന്ന കാര്യമാണത്. അത് പോയി എന്ന ഏകദേശം സംഗതി കാര്യങ്ങൾ BJP-യുടെ കോർട്ടിലേക്ക് ചെന്നു, BJP ഗോളടിച്ച് തുടങ്ങുന്നു എന്ന അങ്കലാപ്പിൽ നിന്നാണ് കോൺഗ്രസും ഇതേ നിലപാടിലേക്ക് വരുന്നത്. കാര്യം അവർക്ക് അത് നിന്നേ പറ്റൂ, അവർ നിർബന്ധിതരാവുകയാണ്. കാര്യം ഇത് സത്യമാണ്. അതിന്റെ ഒപ്പം അങ്ങനെ പത്രക്കാർ ചോദിക്കുമ്പോൾ അവർക്ക് അങ്ങനെ പറയാൻ കഴിയും. അവരുടെ നിസ്സഹായതയാണ്. അവർ കോർപ്പറേഷൻ ഭരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ കാലത്ത് ഇതൊക്കെ തന്നെ ഇവിടെ നടന്നിട്ടുള്ളൂന്നേ. ഇവിടെ എന്നും നടന്നിട്ടുള്ള പരിപാടി ഇത്. ഏത് സർക്കാരിന്റെ കാലത്തും നടന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. അതാണ് അതുകൊണ്ട് സത്യത്തിൽ കോൺഗ്രസ് എത്തിപ്പെട്ടത് ഒരു നിസ്സഹായാവസ്ഥയിലാണ്. ഇപ്പൊ ശബരിനാഥം എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല വിദ്യാഭ്യാസമുള്ള, അത്യാവശ്യം ബോധമുള്ള ഒരു തറ രാഷ്ട്രീയക്കാരനല്ല ശബരിനാഥ്. അതുകൊണ്ട് ശബരിനാഥിന് മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് പറയാൻ പറ്റില്ല. അതാണ് അതിന്റെ വാസ്തവം. ശരി, വളരെയധികം നന്ദി സാർ ഈ അവസരത്തിൽ പ്രതികരിച്ചു. എന്തായാലും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഇതിൽ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് നടപ്പിലാക്കുന്നില്ല. കാരണം ഇത്തരത്തിലുള്ള കൊള്ളകൾ അല്ലെങ്കിൽ MLA ഓഫീസ് അവിടെ ഉണ്ടാകുമ്പോൾ പോലും അത് ജനങ്ങൾക്കിടയിൽ കണ്ണിൽ പൊടിയിടാനുള്ള തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയാണ് ശാസ്തമംഗലത്തെ ഓഫീസുകൾ ഉപയോഗിക്കുന്നത് എന്നൊക്കെയാണ് ഇതിനെ പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും MLA-യും പാർട്ടിയും ഇതുമായി ബന്ധപ്പെട്ട് എന്താണോ ഉദ്ദേശിച്ചത്, പക്ഷെ അത് നടപ്പിലായില്ല എന്നാണ് പൊതുവിലുള്ള ഒരു അഭിപ്രായം. കാരണം കോർപ്പറേഷൻ്റെ തെരഞ്ഞെടുപ്പും കഴിഞ്ഞതിന് പിന്നത്തെ ദിവസം തന്നെയാണ്, പിറ്റേ ദിവസമാണ് ഈ ഒരു സംഭവം നടന്നത്. ഇതിനെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചെങ്കിലും ഇപ്പോൾ തിരിച്ചടി ആയോ ഇല്ലയോ എന്നൊരു സംശയം ഇപ്പോൾ നിലനിൽക്കുകയാണ്. എന്തായാലും കോൺഗ്രസും ഇതിനെ ഏറ്റുപിടിച്ചപ്പോൾ കൂടുതൽ MLA-ക്ക് പ്രഷർ വരികയാണ് MLA ഓഫീസിലേക്കുള്ള
മാറ്റം, താമസം അല്ലെങ്കിൽ ഓഫീസ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളോ നടപടികളോ ഉണ്ടാകുമോ ഇല്ലയോ എന്നും കൂടെ നമുക്കിതിലൂടെ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. എന്തായാലും തലസ്ഥാനത്തെ MLA ഓഫീസ് വിവാദത്തിൽ കോൺഗ്രസും കക്ഷി ചേർന്നു എന്ന തരത്തിൽ തന്നെയാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. പ്രശാന്തിന്റെ ഓഫീസ് MLA ഹോസ്റ്റലിലേക്ക് മാറ്റുമോ ഇല്ലയോ എന്ന് തന്നെയാണ് ഇനിയും നോക്കിക്കാണേണ്ടത്. എന്തായാലും നമ്മോടൊപ്പം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ രാഷ്ട്രീയ നിരീക്ഷകൻ പ്രൊഫസർ AG ജോർജ് കൂടെ ചേരുന്നുണ്ട്. ശ്രീ AG ജോർജ്, ഇപ്പോൾ നമുക്കറിയാം MLA ഹോസ്റ്റലിലെ എല്ലാ MLA-മാരെ പോലെയും പ്രശാന്തിനും ഒരു ഓഫീസുണ്ട്, റൂമുണ്ട്. പക്ഷേ ജനങ്ങളുടെ ഇടയിലേക്ക് ചെന്ന് ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമായ രീതിയിൽ അവരെ സേവിക്കാൻ തനിക്ക് ശാസ്തമംഗലത്തെ ഓഫീസാണ് നല്ലതെന്ന് തോന്നി. അതുകൊണ്ട് അവിടെ ഇത്രയും കാലം നിൽക്കുന്നു. ഇനിയും അങ്ങോട്ട് കാലാവധി തീരും വരെ നിൽക്കുമെന്നാണ് ആവർത്തിക്കുന്നത്. പക്ഷേ ഇതിൽ വലിയൊരു രാഷ്ട്രീയ യുദ്ധമോ അല്ലെങ്കിൽ രാഷ്ട്രീയ അജണ്ടയ്ക്കോ ഉള്ള പ്രാധാന്യമില്ല. പക്ഷേ MLA എവിടെ നിൽക്കണം എന്നുള്ളൊരു ചോദ്യം ബാക്കിയാവുകയാണ്. അക്ഷയ, ഇതിനകത്ത് രണ്ട് വശങ്ങളുണ്ട്. ഒരു ധാർമ്മികമായ വശമുണ്ട്, അതുപോലെ നിയമപരമായ വശമുണ്ട്. ധാർമ്മികമായ വശം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരു MLA എന്ന രീതിയിൽ സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ നിരവധിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. MLA-മാർക്കെല്ലാം തന്നെ വളരെ കാര്യമായിട്ടുള്ള പരിഗണന സർക്കാർ കൊടുക്കുന്നുണ്ട്. സർക്കാർ ഖജനാവിൽ നിന്ന് പ്രതിമാസം നല്ലൊരു തുക അദ്ദേഹത്തിനും അദ്ദേഹത്തിനെ നിയമിക്കാൻ കഴിയുന്ന അസിസ്റ്റന്റന്മാരായ 2 പേർക്ക് ഇതെല്ലാം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് MLA-മാരുടെ ജീവിതം അത്ര ദുരിതപൂർണമാണ് എന്ന അഭിപ്രായമൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ തലസ്ഥാന നഗരിയിലെ ഒരു MLA-ക്ക് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ശ്രീ പ്രശാന്ത് MLA-ക്ക് തിരുവനന്തപുരം MLA ഹോസ്റ്റലിൽ 2 മുറികളുണ്ടെന്നാണ് ഞാൻ അന്വേഷണത്തിൽ മനസ്സിലാക്കിയത്. അത് ധാരാളമാണ് തിരുവനന്തപുരത്തെ ഒരു MLA സംബന്ധിച്ചിടത്തോളം. കാരണം അദ്ദേഹം ഈ ജില്ലയിൽ തന്നെ അല്ലെങ്കിൽ ഈ മണ്ഡലത്തിൽ തന്നെ താമസിക്കുന്ന ഒരാളായതുകൊണ്ട് അദ്ദേഹത്തിന് പൂർണ്ണ സമയം തന്നെ ഈ MLA ഹോസ്റ്റലിൽ താമസിക്കേണ്ട ആവശ്യമില്ല. പുറത്തുനിന്ന് വരുന്ന MLA-മാരെ പോലെ അല്ല. അപ്പോൾ അദ്ദേഹത്തിന് ഇത്രയൊക്കെ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കെ ഈ ശാസ്തമംഗലത്തെ കോർപ്പറേഷൻ കെട്ടിടത്തിൽ വളരെ തുച്ഛമായിട്ടുള്ള വാടക കൊടുത്ത് ഒരു മുറി ഏതാണ്ട് 7 വർഷത്തിലധികമായി അദ്ദേഹം കൈവശം വെച്ചിരിക്കുന്നതിനകത്തൊരു ധാർമ്മിക പ്രശ്നമുണ്ട്. ആ ധാർമ്മിക പ്രശ്നം അദ്ദേഹത്തിന് ആ മുറി കൊടുത്തത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പ്രത്യേകമായിട്ടുള്ള മുൻ മേയർ എന്ന പദവി ഉപയോഗിച്ചും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചും കഴിഞ്ഞ 45 വർഷങ്ങളായി ഇവിടെ CPM ഭരിക്കുന്ന ഈ നഗരസഭയിൽ ഇതുപോലെയുള്ള സൗജന്യങ്ങൾ കൊടുത്ത് ധാരാളം രാഷ്ട്രീയ പ്രവർത്തകരെ പല വിധത്തിൽ സംരക്ഷിക്കുന്നുണ്ട്. അത് ഒരു MLA എന്ന രീതിയിൽ അദ്ദേഹം അത് സ്വീകരിക്കണമായിരുന്നു എന്ന കാര്യം അദ്ദേഹം ഒരു ധാർമ്മികമായ ചോദ്യമായി എടുക്കണം. അദ്ദേഹം വളരെ തുച്ഛമായ ഒരു വാടക കൊടുത്താണ് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് 2 മുറി 7 വർഷമായി കൈവശം വെച്ചിരിക്കുന്നു. ഇവിടെ പലപ്പോഴും ആരോപണം വന്നിരിക്കുന്നത് കഴിഞ്ഞ കുറെ ദശാബ്ദങ്ങളായി CPM 250-300 രൂപ വാടകയ്ക്കൊക്കെ ചില മുറികൾ കൊടുത്തിരിക്കുന്നതിന് ഇന്നത്തെ നിരക്കനുസരിച്ച് ഏതാണ്ട് 20,000-30,000 രൂപ കിട്ടേണ്ടതാണ്. ഇത് മുഴുവൻ രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകൾക്ക് തുച്ഛമായ രീതിയിൽ ഈ മാർക്കറ്റിലെ കടകളാകട്ടെ അതുപോലെയുള്ള കോർപ്പറേഷൻ വക സ്ഥാപനങ്ങളിലാകട്ടെ ഇതെല്ലാം വേറൊരു കാര്യം കൂടെ അക്ഷയ കാണണം. ഈ മുറികളൊക്കെ മറിച്ചു കൊടുക്കുകയാണ് പലരും. ഇതിനകത്ത് വലിയൊരു തട്ടിപ്പ് നടക്കുകയാണ്. നികുതിദായകന്റെ പണം ധാരാളമായി ധൂർത്തടിച്ചു പോകുന്ന ഒരു സാഹചര്യമുണ്ട്, നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട് എന്നത് നമ്മൾ കാണാതെ പോകരുത്. അങ്ങനെ രാഷ്ട്രീയ സമ്മർദ്ദം ഉപയോഗിച്ചുകൊണ്ട് പൊതു ഖജനാവിലേക്ക് വരേണ്ട പണം ഇല്ലാതെയാക്കാനായി ഈ പറയുന്ന ആ കാലാകാലങ്ങളിൽ അധികാരത്തിൽ നിന്ന മേയർമാർ അതുപോലെ തന്നെ മറ്റ് ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നിട്ടുണ്ടെന്നുള്ളത് ഒരു പരമമായ യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇത്രയും തുച്ഛമായ വാടകയ്ക്ക് ഞാൻ ഈ 2 മുറികൾ 7 വർഷമായി വേണമായിരുന്നു, ഉപയോഗിക്കണമായിരുന്നു. അതേസമയം ഇതിന് എത്രയോ ആയിരങ്ങൾ വാടക പൊതുജനങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ കിട്ടാവുന്നതാണ്, പൊതു ഖജനാവിലേക്ക് വരേണ്ട പണമാണ്. അത് ഞാൻ നഷ്ടപ്പെടുത്തിയല്ലോ എന്നുള്ള ഒരു ചോദ്യം അദ്ദേഹത്തിന്റെ ധാർമ്മികമാണ്. രണ്ടാമത്തെ വശം അതായത് ഇതിനകത്തെ നിയമപരമായ പ്രശ്നമാണ്. അതായത് ഇത് ഈ നിയമപരമായി അദ്ദേഹത്തിന് അന്നത്തെ കോർപ്പറേഷൻ കൗൺസിൽ നിർണയിച്ച വാടക പ്രകാരം വാടക ചീട്ട് പ്രകാരം മാർച്ച് വരെ കൊടുത്തിട്ടുള്ളതാണെങ്കിൽ അദ്ദേഹത്തെ അങ്ങനെ പൊടുന്നനവെ ഒഴിപ്പിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിന് നിയമപരമായ സംരക്ഷണമുണ്ടോ എന്ന് നോക്കണം. അത് ഇപ്പോഴത്തെ മേയർ ഒരു അഭിഭാഷകൻ കൂടിയാണ്. അദ്ദേഹത്തോട് നിങ്ങളുടെ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പറഞ്ഞത് അതിന്റെ നിയമപരമായ വശം പരിശോധിക്കട്ടെ, അതിന്റെ രേഖകൾ പരിശോധിക്കട്ടെ എന്നാണ്. അദ്ദേഹം പൊടുന്നനവെ ശ്രീലേഖയുടെ സമീപനത്തെ ആ തലത്തിൽ പിന്തുണച്ചിട്ടില്ല.
കാരണം അത് കോടതിയിലേക്കൊക്കെ പോകുമ്പോൾ സ്വാഭാവികമായി ഈ PK പ്രശാന്ത് എന്ന് പറഞ്ഞ MLA അത് കൈവശം വെച്ചിരിക്കുന്നത് നിയമാനുസരണമാണോ, അതിന് ഉടമ്പടിയുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതായിട്ട് വരും. അതൊക്കെ നമ്മൾ ഇനി കാലക്രമേണ അതുണ്ടാകും. പുതിയ മേയർ പറയുന്നത് ഇതുപോലെ അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന സകല മുറികളും തുച്ഛമായ വാടകയ്ക്ക് കൊടുക്കുകയും വാടകയ്ക്ക് കൊടുക്കുകയും ചെയ്തതെല്ലാം ഉടനടി പരിശോധിച്ച് കോർപ്പറേഷന്റെ ഖജനാവിലേക്ക് വരേണ്ട പണം ഇങ്ങനെ നഷ്ടപ്പെടാൻ അവസരം ഉണ്ടാക്കിയില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇത് തിരുവനന്തപുരത്ത് തുടങ്ങിയ ഒരു ചെറിയ സംഗതിയാണെങ്കിൽ പോലും ഇതിനൊരു രാഷ്ട്രീയമായ മാനം ഇപ്പോൾ കൈവരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ശാസ്തമംഗലത്തെ ഈ കവടിയാറിലെ കൗൺസിലറായിട്ടുള്ള മുൻ MLA ശബരിനാഥൊക്കെ ഇത് PK പ്രശാന്ത് മുറി ഒഴിയണം എന്നുള്ള അഭിപ്രായമൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതൊക്കെ കുറച്ച് രാഷ്ട്രീയമാണ് എന്ന് ഒരളവ് വരെ പറയാൻ കഴിയും. അതൊക്കെ ഇത് പരിഹരിക്കേണ്ടതായിട്ട് വരും. എന്തായാലും പുതിയ മേയർ കൂടെ നിഷ്പക്ഷമായി ആർജവത്തോടുകൂടി ഇത്തരം ചട്ടലംഘനങ്ങൾക്കെതിരായി നടപടിയെടുക്കുകയാണെങ്കിൽ അതൊരു വലിയ മാറ്റമായിരിക്കും തിരുവനന്തപുരം നഗരത്തിൽ ഉണ്ടാക്കാൻ പോകുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിനെ ഒരു രാഷ്ട്രീയമായി വ്യാഖ്യാനിച്ചുകൊണ്ട് സർക്കാർ ഖജനാവിലേക്ക് വരേണ്ട പണം നഷ്ടപ്പെടുത്താൻ പാടില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, മുൻ ഭരണകാലത്തൊക്കെ ആയിരക്കണക്കിന് ആളുകളെയാണ് പിൻവാതിലിലൂടെ നിയമനം നടത്തിയിട്ടുള്ളത്. അർഹതയില്ലാത്ത ധാരാളം ആളുകൾ സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് ലക്ഷങ്ങൾ കോടികൾ അടിച്ചു മാറ്റി കഴിഞ്ഞിരിക്കുന്നു. യാതൊരു അർഹതയുമില്ലാത്തവരെ പാർട്ടി പ്രവർത്തകരുടെ പേരിൽ ദിവസവേതനത്തിലും കോൺട്രാക്ട് അടിസ്ഥാനത്തിലും ഈ കോർപ്പറേഷനിൽ നിയമിച്ചിട്ടുണ്ട് മുൻകാലങ്ങളിൽ. അതെല്ലാം സമഗ്രമായ പരിശോധനയ്ക്ക് വിധേയമാക്കണം. ഇവിടുത്തെ മാലിന്യങ്ങളൊക്കെ അടിച്ചു മാറ്റണം. ഓഫീസ് മുഴുവൻ ഇത്തരം മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. രാഷ്ട്രീയ പ്രവർത്തകർ യാതൊരു യോഗ്യതയുമില്ലാത്ത അവിടെ ആയിരക്കണക്കിന് യുവാക്കൾ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ എംപ്ലോയ്മെന്റ്. ഞാനൊന്ന് ഇടപെടുന്നത് എന്തായാലും വളരെയധികം നന്ദി ഈ അവസരത്തിൽ പ്രതികരിച്ചില്ല. എന്തായാലും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ കുറേയധികം മാറ്റങ്ങൾ ആയി വരുമ്പോൾ കുറേയധികം വിവാദങ്ങളും ചർച്ചകളും ഒരു വശത്ത് പുകയുകയാണ്. എന്തായാലും നമ്മോടൊപ്പം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ CPM അംഗം SP ദീപക് കൂടെ ചേരുന്നുണ്ട്. ശ്രീ ദീപക്, ഇപ്പോൾ MLA ഹോസ്റ്റലുമായി ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവാദം അത് വലിയ തരത്തിൽ രാഷ്ട്രീയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. BJP അവരുടെ അജണ്ട നടപ്പിലാക്കുകയാണോ? അതിനെന്തിനാണ് ശബരിനാഥും മറ്റു കോൺഗ്രസ് നേതാക്കളൊക്കെ കൂട്ടുപിടിക്കുന്നത്? ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പറഞ്ഞു BJPയും കോൺഗ്രസും ഒന്നാണ്. ഇതിനെ അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇവിടുത്തെ കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് നോക്കിയാൽ തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഈ പറയുന്നത് പോലെ തന്നെ BJP ജയിച്ച സ്ഥലങ്ങളിൽ കോൺഗ്രസ് സഹായിച്ചിട്ടുണ്ട്, കോൺഗ്രസ് ജയിച്ച സ്ഥലങ്ങളിൽ പിന്നെ BJP സഹായിച്ചിട്ടുണ്ട്. അതിനെ അങ്ങനെ വേണം കാണാനായിട്ട്. അതാണ് ഇന്നിപ്പോ പിന്നെ പരസ്യമായിട്ട് ഈ ശബരിനാഥിന്റെ ഒരു സ്റ്റേറ്റ്മെന്റോടുകൂടി തന്നെ പരസ്യമായിട്ട് പുറത്ത് വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ശബരിനാഥ് ഇതിനകത്ത് സംഘിവൽക്കരിച്ചിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഈ വിഷയം ഇപ്പോ VK പ്രശാന്ത് ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഓഫീസ് പ്രവർത്തിക്കുന്നത്. അവിടെ ഈ പറയുന്ന കൗൺസില് അതിന് വേണ്ടിയിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള ലൈസൻസ് കൊടുത്തിട്ടുണ്ട് അവിടെ അത് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട്. അത് തിരുവനന്തപുരം കോർപ്പറേഷൻ അതിന്റെ കൗൺസില് കൂടി ഈ പറയുന്ന VK പ്രശാന്തിന്റെ ഓഫീസ് പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് കൗൺസിൽ എടുത്ത തീരുമാനമാണ് അവിടെ നടപ്പിലാക്കിയിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് അവിടെ ഒരു കോർപ്പറേഷൻ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പിന്നെ റെന്റ് ഈ ലൈസൻസ് കൊടുക്കുമ്പോൾ തന്നെ അതിനൊരു റെന്റ് കൊടുത്തിട്ടുണ്ട്. ആ റെന്റ് കഴിഞ്ഞ മാസം വരെ പ്രശാന്തിന്റെ കയ്യിൽ നിന്ന് കോർപ്പറേഷൻ കൈപ്പറ്റിയിട്ടുണ്ട്. അപ്പോ ഇനി അതിന്റെ ഒരു ടേം ഫിക്സ് ചെയ്തിരിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ മാർച്ച് മാസം 26 വരെയുള്ള മാർച്ച് മാസത്തിൽ അതിന്റെ ഒരു പിന്നെ എന്താണ് റെന്റ് അഗ്രിമെന്റ് വെച്ചിരിക്കുന്നത്. പ്രശാന്ത് MLAയും ഈ കോർപ്പറേഷനുമായിട്ട് വെച്ചിരിക്കുന്ന റെന്റ് അഗ്രിമെന്റിനകത്ത് അത് കൃത്യമായി ആ ഡേറ്റ് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് അവിടെ റെന്റ് കൈപ്പറ്റുന്നുണ്ട്, ഒരു എഗ്രിമെന്റ് ഇതിനകത്ത് വാലിഡ് ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് ഉണ്ട്. നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അവിടെ പ്രവർത്തിക്കുന്ന ഓഫീസ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു സ്വകാര്യ ആവശ്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഓഫീസല്ല. അവിടെ ഒരു MLA എന്നുള്ള രൂപത്തിൽ പാവപ്പെട്ട ആളുകളുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ വന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഓഫീസാണ് ആ ഓഫീസ് എന്ന് പറയുന്നത്. ഒരു ലാഭവും അതിനകത്തുനിന്ന് വ്യക്തിപരമായി ഉണ്ടാക്കുന്നതല്ല. ഇപ്പൊ ഇവിടെ പറയുന്നത് കേട്ട എന്തോ ഒരു വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമാണ്. ഇതൊരു MLAയുടെ ഒരു ഓഫീസാണ് അതെന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതിനൊരു നിയമമുണ്ട്. എന്താണ് കേരള മുനിസിപ്പൽ ആക്ട് അനുസരിച്ച് 1994 അനുസരിച്ച്
ഇതിന്റെ പവേഴ്സ് എന്ന് പറയുന്നത് മുഴുവൻ എന്താണ് മുനിസിപ്പാലിറ്റി പ്രോപ്പർട്ടികളുടെ ഈ പറയുന്ന എല്ലാ നിയന്ത്രണവും നടത്തേണ്ടതാണെന്ന് ചോദിച്ചാൽ മുനിസിപ്പാലിറ്റി സെക്രട്ടറിയാണ്. അതല്ലാതെ 101 വാർഡിലെ ഏതെങ്കിലും ഒരു കൗൺസിലർ അല്ല ഈ പറയുന്നത് പോലെ തന്നെ മുനിസിപ്പാലിറ്റിയുടെ ഈ പിന്നെ കെട്ടിടങ്ങളെ സംബന്ധിച്ച് നിയന്ത്രണങ്ങൾ വരുത്തുന്നത്. അത് ഒരുപാട് ഹൈക്കോടതിയുടെ സുപ്രീം കോടതിയുടെ വിധിക്കകത്തും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി പ്രശാന്തിനെ ഒഴിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈ കൗൺസിൽ കൂടി ഈ പറയുന്നത് പോലെ തന്നെ അവിടെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് തടസ്സമുണ്ടെന്നുണ്ടെങ്കിൽ അത് കൗൺസിൽ കൂടി തീരുമാനിച്ച് അതിനെ ഒഴിപ്പിക്കാൻ തീരുമാനിച്ചാൽ അതിന് നിയമങ്ങളുണ്ട്. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അയാൾക്ക് നോട്ടീസ് കൊടുക്കണം. ആ നോട്ടീസ് കൊടുത്തതിന് ശേഷം എന്താണ് സെക്ഷൻ മുനിസിപ്പാലിറ്റി ആക്ട് അനുസരിച്ച് 215, 217, 218 ഈ പറയുന്ന എവിക്ഷൻ ഓഫ് എ ലൈസൻസി എന്ന് പറയുന്നത്. അത് എഫക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള പിന്നെ സ്റ്റാറ്റ്യൂട്ടറി പ്രൊസീഡിങ്സ് ഈ കാര്യത്തിനകത്തുണ്ട്. അത് നോട്ടീസ് കൊടുക്കണം. അത് പിന്നെന്താണ് തീരുമാനം എടുക്കുമ്പോൾ അതിനകത്ത് പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഇവിടെ. അത് ഞാൻ പറയുന്നതല്ല, നമ്മുടെ സുപ്രീം കോടതി പറയുന്നതാണ്. അപ്പൊ അതുകൊണ്ട് വളരെയധികം നന്ദി സാർ ഈ അവസരത്തിൽ പ്രതികരിച്ചത്. സമയക്കുറവ് മൂലമാണ് ഇടപെട്ടത്. എന്തായാലും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ നിയമവശങ്ങളുമായി നടപടി മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും അതിനെ നോക്കിക്കാണുക തന്നെ ചെയ്യും MLA എന്നാണ് പൊതുവിൽ പറയുന്നത്. എന്തായാലും തലസ്ഥാനത്തെ MLA ഓഫീസ് വിവാദത്തിൽ കക്ഷി ചേർന്ന് കോൺഗ്രസ് എന്ന തരത്തിലാണ് ഇപ്പോൾ ഈ ഒരു വിഷയത്തെ നോക്കിക്കാണുന്നത്. പ്രശാന്തിന്റെ ഓഫീസ് MLA ഹോസ്റ്റലിലേക്ക് മാറ്റുന്നതാണ് നല്ലതെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം. അതേസമയം MLA ഓഫീസ് ഒഴിപ്പിക്കണമെന്ന് നഗരസഭ പറഞ്ഞിട്ടുണ്ട് എന്നായിരുന്നു മേയറുടെ ചോദ്യം. വെള്ളച്ചും പൂർണ്ണമാകുന്നു. നന്ദി.